സിറോസിസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു സിംറ്റംസും ഉണ്ടാവില്ല. പീപ്പിൾ വിൽ ഗോ ഓൺ ലൈക്ക് ദിസ്. അപ്പം സിറോസിസ് വന്നിട്ട് എന്തെങ്കിലും സിംറ്റംസ് വരുന്നത് ചിലപ്പോൾ ആൾക്കാർ ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ കാലിൽ സ്വെല്ലിങ്, വയറ് വീർക്കുക, ഫ്ലൂയിഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ചിലപ്പോൾ ബോധം, ഓർമ്മക്കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്, അതായത് ആ ബ്ലഡിൽ അമോണിയ കൂടിയിട്ട് കറക്റ്റ് ബോധമില്ലാതെ വരും. സോ അങ്ങനെ വരാം. സോ ഈ സിംറ്റംസ് ഒക്കെ വരണമെങ്കിൽ ലിവർ ഡിസീസ് കുറേ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടാണ്. ഏർലി സ്റ്റേജസിൽ ദർ വോണ്ട് ബി എനി സിംറ്റംസ്. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. സോ നമ്മൾ സ്ക്രീനിങ്ങിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്നാണ് നമ്മളിപ്പോൾ ആൽക്കഹോളിക്സ് എന്ന് പറയാറില്ല, ബിക്കോസ് ദ നെയിം ഹസ് ചേഞ്ച്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. സോ ഇറ്റ്സ് എ പ്രോബ്ലം വിച്ച് വി ഹാവ് ടു ടേക്ക് ഇറ്റ്. അവരെ വളരെ സിമ്പതൈസ് ചെയ്ത് അവരെ ചേർത്ത് നിർത്തി വി ഹാവ് ടു take them, they need psychiatric treatment, they need counselings, all these things they require. മെഡിക്കേഷൻ വേണം. അതുപോലെ കുറേ സപ്പോർട്ടീവ് ഫാമിലി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം. അല്ലെങ്കിൽ നോ ദിസ് ഈസ് ഓൾ ഒരു എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ഇങ്ങോട്ട് പോകാനായിട്ട്. സി ഇതർ ദെയർ അൺവാണ്ടഡ് ഫീലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ അവരെ കണ്ടുപിടിച്ച് അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കവരെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ.